പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് തക്കതായ മറുപടി കൊടുത്തു. ഇന്ത്യക്ക് ഏതാണ്ട് ചെലവായത് 80 ബില്യൺ US ഡോളറാണ്. പക്ഷേ അതോടുകൂടി നമ്മൾ മതിയാക്കി. ഇവിടെ പലരും മുറവിളി കൂട്ടുന്നുണ്ട്, ഇന്ത്യ ലാഹോർ കത്തിക്കണമായിരുന്നു, ഇസ്ലാമാബാദ് കത്തിക്കണമായിരുന്നു. പക്ഷെ അതല്ല, ഇതാണ് കറക്റ്റ് രീതി. ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഇതിന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല. ഈ 4 ദിവസത്തെ ചെലവാണ് പറഞ്ഞ 80 ബില്യൺ. ശരിക്കും ഇതല്ലേ ഇന്ത്യയുടെ കറക്റ്റായ പൊസിഷൻ? ഈ നിലപാടെടുത്തത് കൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടം അതല്ലേ? ഇന്ത്യ എപ്പോഴാണ് ആ നിലപാടെടുത്തത്? ഇന്ത്യ ഒരു നിലപാടെടുത്തില്ല. ട്രംപാണ് പറയണത്. ട്രംപ് ഇടപെട്ടിട്ട് രണ്ടുപേരും ആശ്വസിപ്പിച്ച് ഈ നിലപാടെടുക്കണം എന്ന് പറഞ്ഞു എന്നാണ് പറയണത്. അല്ലാണ്ട് ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് അവർ തമ്മിൽ ഒരു രമ്യതയിലെത്തി. ഇപ്പം ഇവിടെ നിർത്താം, തൽക്കാലമായിട്ട് നമ്മൾക്ക് രമ്യതയിൽ പിരിയാം എന്ന് തീരുമാനിച്ചു എന്നാണ് ഇന്ത്യയുടെ വക്താക്കൾ മുഴുവനും പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെയും പ്രതിരോധ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും സ്പോക്സ് പേഴ്സൺസ് എല്ലാവരും പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ ഭരണാധികാരികളും തമ്മിൽ സംസാരിച്ച് ഇതിലേക്ക് ഒരു വെടിനിർത്തലാവാം എന്ന് പറയാം. അപ്പം പിന്നെ വെടി ആരംഭിച്ചത് എന്തിനാ? അത് ഇന്ത്യൻ ജനതയോട് പറയണ്ടേ? അതായത് ഇന്ത്യ പറഞ്ഞതല്ല, ഇന്ത്യ പറയുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചു. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് മതിയായി ഇന്ത്യ പറയുന്ന ഇന്ത്യ പറയുന്നു എന്ന് പറയുന്നതല്ലേ ഇന്ത്യൻ ഭരണാധികാരികൾ നമ്മളോട് പറയണം. അപ്പൊ പിന്നെ ഇന്ത്യൻ ഭരണാധികാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആണവ നിലയം അവിടെ കൊണ്ടുപോയി അവര് ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ചില്ല എന്നാ ഇന്ത്യയുടെ ക്ലെയിം. അല്ല, ഇന്ത്യ അവിടെ കിർണ ഹിൽസിൽ ആക്രമിച്ചു ഇന്ത്യയുടെ ക്ലെയിം. തെളിവ് ഇവിടെ ഇന്ത്യ പറഞ്ഞിട്ടില്ല, ഇന്ത്യ ആക്രമിച്ചു എന്ന് പറഞ്ഞില്ല. കാരണം ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്, ഒരു കാരണവശാലും ഒരു രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്നുള്ളത്. ഇന്ത്യ അവിടെ മിസൈൽ ആക്രമണം നടത്തി. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ക്ലെയിം പറയുന്നത് ഇന്ത്യ അത് ചെയ്തു എന്നാണ്. അതായത് ഈ റേഡിയേഷൻ സ്നിഫർ എന്ന് പറഞ്ഞ ഒരു വിമാനമുണ്ട്. ആ വിമാനം അമേരിക്കയുടെ അതാണ്. അത് ഈ പറയുന്ന കിർണ ഹിൽസിനടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറങ്ങുകയും അവിടുത്തെ റേഡിയേഷൻ പരിശോധിക്കാനായിട്ട് അവിടെ ചെല്ലുകയും ചെയ്തു. രണ്ടാമത് റെഡ് മഡ് എന്ന് പറയുന്ന നൈൽ തീരത്തുള്ള ആന്റി റേഡിയേഷൻ ആയിട്ടുള്ള ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള മണ്ണ് അവരുടെ, അതായത് ഈജിപ്തിൻ്റെ ഒരു സൈനിക ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന ഒരു വിമാനം അവിടെ അതിൽ ഇറക്കിയിട്ടുണ്ടെന്നും ആ പ്രദേശത്ത് ഈ പറയുന്ന കിർണ ഹിൽസിൽ ഇവരുടെ ഈ പറയുന്ന ആണവ കേന്ദ്രത്തിനകത്ത് നിക്ഷേപിക്കാനാണെന്നുമുള്ള അനുമാനത്തിലാണ് ഈ പറയുന്ന ഡിഫൻസ് നിരീക്ഷകരെല്ലാം പറയുന്നത്. അതായിക്കോട്ടെ, നമ്മൾക്ക് നേരത്തെ അങ്ങ് പറഞ്ഞല്ലേ 80 ബില്യൺ US ഡോളർ ഇത് ചെലവായി എന്ന് പറയണ്ടല്ലോ. ഇത് നമ്മളുടെ ബഡ്ജറ്റിൽ അടുത്ത ബഡ്ജറ്റിൽ അത് കാണും. നമ്മൾക്ക് ചിലവായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അത്രയും പൈസ ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അടുത്ത ബഡ്ജറ്റിൽ അതിനേക്കാൾ ഇരട്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പം നമ്മൾ ആയുധങ്ങൾ വാങ്ങണം. ഇന്ത്യക്കോ പാകിസ്ഥാനോ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ അങ്ങോട്ട് അടിഞ്ഞു ഇങ്ങോട്ട് എറിഞ്ഞു എന്ന് പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും പാകിസ്ഥാനിലെ ഒരു ജനങ്ങൾക്കും ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടായിട്ടില്ല. ഗുണം ഉണ്ടായ ഒരാളുണ്ട്, അത് US ആണ്, അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കയിലെ ആയുധ ലോബിയെ സംബന്ധിച്ചും ഈ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വാണം പോലെയായിരുന്നു ഈ ഇന്ത്യയിലെ പ്രതിരോധ മേഖലയും അതുപോലെ തന്നെ US പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട്. അതിൻ്റെ ലാഭം. പിന്നെ അതിനേക്കാൾ അപ്പുറം US-ന് ഉണ്ടായിട്ടുള്ള നേട്ടം US-ഉം ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടായി. ഈ ട്രേഡ് വാറാണ് നമ്മൾക്കിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ പോലെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വാറ് എന്ന നിലയിലുള്ള നേരിട്ടുള്ള ഒരു ഫൈറ്റ് അല്ല കാണുന്നത്. ഇതിപ്പോൾ ട്രേഡ് വാറാണ്. അപ്പോൾ ഒരു വശത്ത് ചൈനയും റഷ്യയും മുൻകൈ എടുത്തിട്ട് വലിയ രീതിയിൽ US-നെതിരായിട്ടുള്ള സൗദി അറേബ്യനെ അടക്കം സ്വാധീനിച്ചുകൊണ്ടും അവരെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യനും ഉൾപ്പെടുത്തി അവരൊരു ഐക്യ മുന്നണി പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ US ഇന്ന് ഒറ്റപ്പെട്ടത്. US എല്ലാ കാലത്തും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ കുവൈറ്റിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരാറുണ്ടായിരുന്നു, പെട്രോ ഡോളർ കരാർ. അതുമായി ബന്ധപ്പെട്ടാണ് ഈ US നിലനിന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നും അവർ പിന്മാറി. സ്വാഭാവികമായി US-നെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പിനും ഒരു സാധ്യതയുമില്ലാത്തൊരവസ്ഥ വരികയും ആ സമയത്താണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി തീവ്രവാദികൾ ഉപയോഗിക്കുന്നത്.
തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞേറി എവിടെ നുഴഞ്ഞേറിയെന്ന് പറയണത്? യുകെയിൽ നിന്ന് പാകിസ്ഥാൻ. അതെങ്ങനെ? നമുക്ക് എന്താ തെളിവുണ്ടായി അതിന്? നമ്മുടെ രാജ്യത്തെ കുറച്ച് ആളുകൾ ഈ താഴ്വരയിൽ പോകുന്നു വിനോദസഞ്ചാരത്തിന്. ഈ ആളുകൾ അവിടെ വന്നാണ് ആക്രമിക്കുന്നത്. ഈ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞത് അപ്പൊ ആഭ്യന്തര സുരക്ഷത്തിന്റെയും ആഭ്യന്തര ഏജൻസികളുടെയും ഒരു പരാജയമല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമല്ലേ? നുഴഞ്ഞുകയറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ആഴ്ചകൾക്ക് മുന്നേ. നുഴഞ്ഞുകയറ്റം പരാജയം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും വലിയ അയൺ ഡോമുകളുള്ള ഇസ്രയേലിലേക്ക് പോലും ഹമാസിന്റെ GI പൈപ്പിലുള്ള ഈ മിസൈലുകൾ വന്ന് വീഴാറുണ്ട്. മിസൈലുകളുടെ കാര്യമല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞതാരാ? നമ്മൾ തീവ്രവാദികൾ തോക്കുകൊണ്ടാണ് വെടിവെച്ചത്, മിസൈലല്ല. തോക്കുകൊണ്ട് അവർ നേരെ കൺമുന്നിൽ വെച്ചിട്ടാണ് വെടിവെച്ചത്. നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ? അത് തന്നെ ഭയങ്കര. ഇപ്പൊ ആരും അത് ചർച്ച ചെയ്യണില്ല. ഏത് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചാണ് വെടിവെച്ചത്. ഹിന്ദുവിന്റെ തലയ്ക്ക് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വെടിവെക്കുന്നുള്ള. ഇവര് കാശ്മീരിൽ തന്നെ, ഇന്ത്യയുടെ കാശ്മീരിൽ തന്നെ ഉള്ളവരാണോ? പാകിസ്ഥാനിലുള്ളവരാണ്? കാരണം അവിടെയുള്ള ആൾക്കാരാണെന്നാണ് പ്രാഥമിക വിവരം. കാരണം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ കാശ്മീർ ഉപവിഭാഗം എന്നൊക്കെ പറയുമ്പോഴും അവര് താമസിക്കുന്നതും അവര് വിന്യസിക്കുന്നതും കാശ്മീരിൽ തന്നെയാണോ പാകിസ്ഥാനിൽ തന്നെയാണോ? പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയതാണോ? കാശ്മീരിലാണെങ്കിൽ കുറച്ചുകൂടെ ഗുരുതരമല്ലേ അപ്പൊ കാര്യം? അല്ല, അമർച്ച ചെയ്യുക എന്ന് പറഞ്ഞത് അവരെ അമർച്ച ചെയ്യണം. അതിന് യുദ്ധം എന്തിനാ? സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാനിൽ സാധാരണക്കാരായിട്ടുള്ള ലോഞ്ച് പാഡുകൾ, POKയിലുള്ള ലോഞ്ച് പാഡുകൾ ഉണ്ടല്ലോ, പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ലോഞ്ച് പാഡുകളാണ് നിങ്ങൾ പാലസ്തീനിൽ എന്തായിരുന്നു അവർ ചെയ്തത്? പാലസ്തീനില് ഹമാസിനെ അറ്റാക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം ഇന്ന് ആരെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ ജനങ്ങളെ അല്ലെ? ഹമാസ് എവിടെയുണ്ട്? ഹമാസ് ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുക. തീവ്രവാദികളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തീവ്രവാദികളെ ആക്രമിക്കണം. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളെ തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അത് എവിടെയാണ് തീർക്കണേ? സ്കൂളുകളിലും കോളേജുകളിലും ആളുകൾ അവരുടെ ഹൈഡൌട്ട് അവിടെയാണ് എന്ന് കരുതി സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ബോംബ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ മാറണമെന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കും. പക്ഷെ ഒരു വാണിംഗും ഇല്ല, അവരൊരു വാണിംഗും ഇല്ല. ജനനിബിഡമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെല്ലാം അവിടെ തകർത്ത്, ആതുരാലയങ്ങൾ അവിടെയും തകർത്തു. ഇനി തീവ്രവാദികൾ ആരുണ്ടാക്കുന്നു? എന്ത് പർപ്പസ്? അതായത് ഹമാസിനെ ആരാ ഉണ്ടാക്കിയത്? ഹമാസ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടന ഹമാസ്. അപ്പൊ ഇത് ആലോചിച്ച് നോക്കൂ, അവരെന്താ ചെയ്യുന്ന? ഹമാസിനെതിരെ ഗാസയിൽ പ്രക്ഷോഭം ഉണ്ടായില്ലേ? അല്ല, അത് ആര് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞ ഹമാസിനെതിരെ ഈ പാലസ്തീനിലെ ജനങ്ങൾ പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയും അവിടെ വലിയ രീതിയിലുള്ള സമരം ചെയ്യുന്ന ജനങ്ങളാണ്. അവിടെ ഹമാസ് ഉണ്ടാക്കുന്ന ഏതൊരു പ്രശ്നത്തിനോട് അവർക്ക് യോജിപ്പില്ല. ഇപ്പൊ ഇവിടെ തീവ്രവാദ പ്രവർത്തനം ഞാനൊരു കാര്യം പറയാം. ഇവിടെ CPM ഉണ്ട്, CPI ഉണ്ട്. CPMLന്റെ ചില മാവോയിസ്റ്റ് ഘടകങ്ങളുണ്ട്. അവര് മാവോയിസ്റ്റുകൾ ആരും അംഗീകരിക്കണില്ല. കാരണം അവര് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരു ആരോപണമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇപ്പുറത്ത് CPIനും നമ്മൾ അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാലസ്തീനിൽ ഈ തീവ്രവാദികൾക്കും ഇസ്രായേലിന്റെ കടന്നാക്രമണങ്ങൾക്കും എതിരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സമരം ചെയ്യുന്ന വലിയൊരു സംഘടനയുണ്ട്. ആ സംഘടനയിലാണ് ജനങ്ങളാകെ. ആ ജനങ്ങൾക്ക് വലിയ ദുരിതം പലപ്പോഴും ഹമാസിന്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഹമാസുകള് പാലസ്തീനെ സംബന്ധിച്ച് പാലസ്തീന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി, പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. ഇപ്പൊ ഇവിടെ ഗാന്ധിജിനെയും നമ്മുടെ ഭഗത് സിംഗിനെയും കാണുന്ന പോലെ നമുക്കത് കാണേണ്ടി വരും. ഭഗത് സിംഗിനെ നമ്മൾ എങ്ങനെ കാണും? അന്ന് എങ്ങനെ കണ്ടിരുന്നു? ഇന്ന് നമ്മളെല്ലാവരും നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ലോകോത്തര വിപ്ലവകാരി എന്ന് നമ്മൾ എല്ലാവരും കാണുന്നു. RSS ആരും കാണുന്നു, കമ്മ്യൂണിസ്റ്റുകാരും കാണുന്നു. പക്ഷേ അന്ന് അങ്ങനെയല്ലോ, തീവ്രവാദ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാലോ. അത് നമ്മളുടെ ഭാഷ അല്ല, അത് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നതാണ്. അല്ല, ബ്രിട്ടീഷുകാര് ഭരണവർഗം, അതാണ് എന്റെ കാര്യം. ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് അല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു. ഇന്നും ഭരണവർഗത്തിനെതിരെ ആരൊക്കെ സമരം ചെയ്യണോ അവരെയൊക്കെ തീവ്രവാദികൾ എന്നാണ് ഭരണവർഗം പറയുന്നത്. അത് ഭരണവർഗം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ബ്രിട്ടീഷുകാരല്ലേ. ഇപ്പൊ ഭരണാധികാരികൾ നമ്മൾ തന്നെയല്ലേ. ആര് ഭരിച്ചാലും ഭരണവർഗം തന്നെയാണ്. ഒരു ചായക്കടക്കാരനായ, ഒരു OBC-കാരനായ, ഒരു സാധാരണക്കാരനാണ് ഈ പറയുന്ന ഇന്ത്യ ഭരിക്കുന്നത്. നമ്മളിൽ തന്നെയുള്ളവരാണ്. ഇന്ത്യ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഭരണകർത്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാല് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ ജനതയോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്റലിജൻസിന്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായി.
കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായി, കൃത്യമായിട്ടുള്ള അറിവുണ്ടായി. അത് ആഭ്യന്തര വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഭീകരവാദികളുടെ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്തില്ല? അതായത് ഈ പഹൽഗാമിലെ ഈ പറയുന്ന ബൈസരൻ വാലി എന്ന് പറയുന്ന സ്ഥലത്തെ ടൂറിസം കേന്ദ്രം തുറന്നു കൊടുത്ത അവിടുത്തെ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ആ ടൂറിസം കേന്ദ്രം തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ സൈന്യത്തിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു ചുമതലയുണ്ട്. അത് അവിടുത്തെ പ്രാദേശിക സർക്കാർ ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ പാളിച്ച. രണ്ടാമത്തെ പാളിച്ച എന്ന് പറയുന്നത് ഈ മേഖല ഇതിനകത്ത് ഇവർ മുൻപേ നുഴഞ്ഞു കയറി ഇരിക്കുന്നു എന്നുള്ള വിവരം അവിടുത്തെ സംസ്ഥാന പോലീസിനോ അവിടുത്തെ സേനകൾക്കോ കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ലഭിച്ച റിപ്പോർട്ട് അല്ല, തിരിച്ച് ആഭ്യന്തര വകുപ്പിന് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ തീവ്രവാദ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ കാശ്മീരിലെ തീവ്രവാദികളാണോ പാകിസ്ഥാനിലെ തീവ്രവാദികളാണോ ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കൃത്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന്റെ മുഖമില്ല, സർക്കാരിന് ആ മുഖം പറയാൻ പറ്റുന്നില്ല. ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു, അത് ലഷ്കർ ഇ തോയിബയും റെസിസ്റ്റൻസ് ഫ്രണ്ടും ഏറ്റെടുത്തിരിക്കുന്നു. അവർ അതിന്റെ ഉത്തരവാദിത്വം ഭീകരവാദികളെ ഭരണകൂടം കൈകാര്യം ചെയ്തോട്ടെ, പക്ഷെ അത് യുദ്ധത്തിലേക്ക് പോയത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല. അവരുടെ ലോഞ്ച് പാഡുകളാണ് തകർത്തത്, ഭീകരരെയാണ് ആക്രമിച്ചത്. പിന്നെ അതോടൊപ്പം നമുക്ക് നേരെ നമ്മുടെ 15 നഗരങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ നമ്മൾ അവരുടെ വ്യോമ കേന്ദ്രങ്ങളോ സൈനിക കേന്ദ്രങ്ങളോ ആക്രമിച്ചു. അവിടെ വലിയ പരിക്കുണ്ടായിട്ടില്ല. അവരുടെ ഈ പറയുന്ന സംവിധാനങ്ങളെ തകർത്തു, റഡാർ സിസ്റ്റത്തിനെയൊക്കെ തകർത്തു, അവരുടെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു. അതിനപ്പുറത്തേക്ക് ആ രാജ്യത്തിലെ ജനങ്ങളെ നമ്മൾ തൊട്ടിട്ടില്ല. ഇന്ത്യ ഏറ്റവും വലിയ കാര്യത്തിൽ ഞാൻ പറയട്ടെ, അത് ഇന്ത്യ സർക്കാർ പറയുന്ന ഒരു വെർഷനാണ്. അവിടെ മരിച്ചത് ഭീകരവാദികളാണോ അവിടെ മരിച്ചത് സാധാരണക്കാരാണോ എന്ന് പറയുന്നത് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.